Hello guys, welcome to VJ Chill Bros. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുമ്പോൾ താറാവും പിന്നെ കൂർക്ക രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതിന് ചേരുവകൾ നോക്കാം, മാരിനേഷൻ നോക്കാം. ആദ്യം ഒരു 3-4 പച്ചമുളക്, നാടൻ പച്ചമുളകാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 കഷ്ണം ഇഞ്ചി. അത് കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2-3 എണ്ണം. പക്ഷെ അത് വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ഒരു സബോള നുറുക്കിയിടുന്നുണ്ട്, ഒരു സബോള, മീഡിയം സബോള. അത് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് പിന്നെ നിങ്ങളനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. ആ സ്കിന്നിൻ്റെ ഒപ്പം താറാവിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. ഇതിൻ്റെ പകുതി അരച്ചത് നമുക്ക് വേറെ റോസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്, അത് മാറ്റി വയ്ക്കുക. പിന്നെ പൊടികൾ നോക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂണ് കൊറിയൻഡർ പൗഡർ. ഇതെല്ലാം മിക്സ് ചെയ്യുക. പകുതി മാരിനേഷനിൽ ആഡ് ചെയ്യുക, പകുതി നമുക്ക് ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് വേണം ബാക്കി. അടുത്തത് നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് 3 സബോള വേണം. അത് കഴിഞ്ഞ് 3 തക്കാളി, പിന്നെ അതിൽ ബാക്കി വന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീവ്സ്, പിന്നെ ഒരു 3-4 പച്ചമുളക്. 1 കിലോ താറാവാണ് എടുത്തത്. അധികം മൂക്കാത്ത താറാവാണ്. 1 വിസിൽ കുക്കറിലടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കൂർക്ക ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും മഞ്ഞളും ഉപ്പിട്ടിട്ട് 1 വിസിലടിക്കുക. ഇനി ആ ബാക്കി വന്ന ഇഞ്ചി ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണയിൽ ആ ഇഞ്ചി ഒന്ന് ഇടുക. അത് കഴിഞ്ഞിട്ട് സബോള ചോപ്പ് ചെയ്ത് അതിലിടുക, പച്ചമുളക് ചോപ്പ് ചെയ്ത് അതിലിടുക, കറിവേപ്പില അതിലിടുക. അത് കഴിഞ്ഞാൽ ആ പൊടി ബാക്കി വരുന്നതൊക്കെ ഇതിൽ മിക്സ് ചെയ്യുക. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് നല്ല രീതിയിലിട്ടിട്ട് ഒരു പൊടിക്ക് ഉപ്പിട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക നല്ലോണം. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ചിരുന്ന കൂർക്ക 1 വിസിലടിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല, അത് ഇതിൽ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ താറാവ് 1 വിസിലടിച്ച് വെച്ചിട്ടുള്ളത് ഇതിൽ മിക്സ് ചെയ്യുക. അത് രണ്ടും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ നമ്മുടെ താറാവും കൂർക്ക റെഡിയായി. കുറച്ച് പെപ്പർ ആഡ് ചെയ്യുക, പിന്നെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യുക, അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാൻ 2 ഹാഫ് ബോയിൽഡ് എഗ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് വെറുതെ പ്ലെയിൻ റൈസ്, ബിരിയാണി ടൈപ്പ് എന്ന് പറയാം, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ താറാവും കൂർക്ക റെഡി ആയിരിക്കുന്നു. താറാവും കൂർക്ക എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി തൃശ്ശൂർ സൈഡിലാണ് കണ്ടേക്കണം. താറാവൊക്കെ ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതലാണ്, പക്ഷേ ഈ കൂർക്ക അതൊക്കെ കിട്ടുന്നത് തൃശ്ശൂർ, പാലക്കാട് സൈഡിലാണ്. അപ്പോൾ യു ജസ്റ്റ് മേക്ക് ഇറ്റ് ആൻഡ് എൻജോയ്. Thank you for watching. Please like, share, comment, follow and subscribe.